മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്ക് ഉള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നിങ്ങളുടെ തന്നെ മനസ്സമാധാനമാണ്. ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ തിരിച്ചും ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കണം. ഒരിക്കലും സ്നേഹം നടിച്ച് ആരെയും വേദനിപ്പിക്കരുത്. ഭക്തരെ, ഏതൊരു കാര്യത്തിനും പ്രതീക്ഷ വെച്ച് പുലർത്താം. പക്ഷേ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. കാരണം ആഗ്രഹിച്ച കാര്യം അതേപോലെ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ നിരാശ വളരെ ആഴമേറിയതായിരിക്കും. ഭക്തരെ, മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാക്കരുത്. പറയുന്ന വാക്കുകൾ നുണയാണെങ്കിലും പ്രവർത്തികൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല എന്ന് അറിയുമ്പോഴാണ്. യാചിക്കുന്നവൻ്റെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ യാചിക്കുകയുമരുത്. ഭക്തരെ, ചില സാഹചര്യങ്ങളെ മറികടക്കാൻ ശാരീരിക ശക്തിയേക്കാൾ മാനസിക ശക്തി ആവശ്യമാണ്. ചതിച്ചവർ ആദ്യം ചിരിക്കും, പിന്നീട് കരയും. ചതിക്കപ്പെട്ടവർ ആദ്യം കരയും, പിന്നീട് ചിരിക്കും. അതാണ് കർമ്മഫലം. ഒരുപാട് തോറ്റവൻ്റെ വിജയം അത് അത്ര ചെറുതാവില്ല. നിങ്ങളുടെ സ്നേഹത്തെ അതിനെ വിലമതിക്കാത്ത ഒരാളിൽ കൊണ്ടുപോയി തുലയ്ക്കരുത്. നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരയരുത്. നേടിയെടുക്കുന്നത് മാത്രമല്ല, ചിലയിടങ്ങളിൽ വിട്ടുകൊടുക്കുന്നതും വിജയം തന്നെയാണ്. ഭക്തരെ, ചില ആളുകൾ നിങ്ങളെ ഒരിക്കലും പിന്തുണയ്ക്കില്ല. കാരണം നിങ്ങൾ എന്തോ ആയിത്തീരുമെന്ന് അവർ ഭയപ്പെടുന്നു. ഏറ്റവും വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുക. അസൂയ ആത്മാവിൻ്റെ തടവറയാണ്. അത് ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തുന്നു, ദേഹത്തെ കാർന്നു തിന്നുന്നു. എത്ര നാൾ കൂടെയുണ്ടായി എന്നതിലല്ല, എത്രമേൽ മനസ്സിലാക്കി എന്നതിലാണ് കാര്യം. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.